എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക പച്ചടിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കിലോ വെണ്ടയ്ക്കയാണ് ഞാനിവിടെ എടുക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ അരിഞ്ഞുവെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക വറുത്തെടുക്കണം. വെണ്ടയ്ക്ക ഒരുമിച്ചിടാതെ 2-3 തവണകളായിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞു. വെണ്ടയ്ക്കയുടെ ഉൾവശം ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്കിനി തൈര് ചേർത്ത് കൊടുക്കണം. അതിനായി 2 കപ്പ് തൈരെടുത്ത് ചെറുതായൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക പച്ചടി റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.